ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫയാ അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വഅ മഖഅദഹു മിനൻ നാർ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ അത്യാവശ്യമെന്ന് തോന്നിയതുകൊണ്ടാണ് അടുത്ത സമയത്ത് തന്നെ, അതായത് ബഅദൽ ഇശാ നമസ്കാരത്തിന് ശേഷം ഉംറക്ക് അതുകൊണ്ടാണ് വിശദീകരണം നൽകി ഇൻഷാ അല്ലാഹ് ഞാൻ പുറപ്പെടുകയാണ്. ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. എല്ലാവരും ദ്വാരക്കണമെന്ന് ഉണർത്തുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന മസ്കത്ത് സംവാദത്തിൽ നൗഷാദ് അഹ്സനി ഉദ്ധരിച്ച ചില തെളിവുകളുടെ യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞ ദിവസം യാസിർ ബിൻ ഹംസ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ റൂമിലെ പണ്ഡിതന്മാരും അത് വിശദീകരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിംഗ് ഈ വിഷയകമായി ജനങ്ങൾക്ക് അവരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി അയച്ചിട്ടുമുണ്ട്. ഞാനതിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറയുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് വരെ പറഞ്ഞു വന്നിരുന്ന കാര്യകാരണ ബന്ധങ്ങൾ മുറിഞ്ഞിരിക്കുന്നു, അത് തകർന്നുപോയി എന്ന് നൗഷാദ് അഹ്സനി. അതിനദ്ദേഹം പറയാൻ ഉപയോഗിച്ചത് ഒരു ഇസ്ലാഹായിരുന്നു. ഇൻഷാ അല്ലാഹ് ആ ഇസ്ലാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് CD ഇറങ്ങുമ്പോൾ അതിൻ്റെ മുന്നിൽ വ്യക്തമായ വിശദീകരണവും അതിൽ നടത്തിയ തട്ടിപ്പും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഹദീസും ആയത്തുമായി ബന്ധപ്പെട്ട പരാമർശം മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വഫാത്തിന് ശേഷം നിങ്ങൾ എന്നെ വിളിച്ച് സഹായം തേടിക്കോളൂ, നിങ്ങൾക്ക് ആഗ്രഹം സബലീകരണമാകണമെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് സഹായം തേടിക്കോളൂ എന്ന് പറയുന്ന ഒരു ഹദീസ് സഹിയായി ഉദ്ധരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധ ഖുർആന്റെ ആയത്ത് തന്നെ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തും അതിൽ ഇമാം മാവർദി റഹിമഹുല്ല ഉദ്ധരിച്ച വിശദീകരണത്തിൽ ഒരു വിശദീകരണത്തിൻ്റെ ഒരു ഭാഗവും അതിനുശേഷമുള്ള ഒരു ഹദീസും അന്നുഖത്ത് വൽ ഉയൂൻ എന്ന തഫ്സീറിൽ നിന്ന് അദ്ദേഹം വായിച്ചു. ഞാൻ എൻ്റെ ശ്രോതാക്കളോട് പ്രത്യേകിച്ച് പറയാൻ, സംവാദമാണെങ്കിലും അല്ലാത്ത സ്ഥലത്താണെങ്കിലും ഒരാളൊരു കാര്യം ഉദ്ധരിച്ചാൽ അത് ഇന്ന ഇമാം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലാത്തതാണെങ്കിൽ അതില്ല, അത് തെറ്റാണ്, അങ്ങനെ പറഞ്ഞാൽ അയാൾ മുശ്രിക്കാണ് എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. കാരണം കഴിഞ്ഞുപോയ ഇമാമുമാർ ഒരു ഗ്രന്ഥത്തിലും അത്തരമൊരു സംഭവം നമ്മൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഇമാമിങ്ങളുടെ പേരിൽ ഒരു ദുരാരോപണം നടത്തുക എന്നത് നാളിന്ന് വരെയുള്ള സലഫികളുടെ മാർഗമല്ലാത്തത് കൊണ്ട് തന്നെ ഈയുള്ളവനും ആ സംഭവം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാകാത്തത് കൊണ്ട് ഇമാം മാവർദി പറഞ്ഞത് ശിർക്കാണെന്നും അയാളെ തള്ളപ്പെടേണ്ടതാണെന്നും ഞാൻ പറഞ്ഞില്ല. മാത്രമല്ല അത് ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിച്ചതിന് തെളിവായിരിക്കില്ല എന്നും അത് ഭൗതികമായ ബന്ധപ്പെട്ടതായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ആ ആയത്തും അതിൻ്റെ വിശദീകരണം ഞാൻ ഇമാം മാവർദിയുടെ തഫ്സീറിൽ നിന്ന് അദ്ദേഹം വായിച്ചതിന് മുമ്പുള്ള ഭാഗം മുതൽ വായിക്കാൻ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും വഉലുൽ അർഹാമി ബഅ്ദുഹും ഔലാ ബിബഅ്ലിൻ ഫീ കിതാബില്ലാഹി മിനൽ മുഅ്മിനീന വൽ മുഹാജിരീന എന്ന് തുടങ്ങുന്ന ഈ ആയത്തിൽ ഇതിലെ ഒന്നാമത്തെ ഭാഗമായ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം ഇമാം മാവർദി പറയാണ് ഫീഹി അർബഅതു ഔജുഹിൻ. ഇതിൻ്റെ ഒരു ഭാഗമാണ് വീഡിയോ ക്ലിപ്പിംഗിൽ നിങ്ങൾ കാണുന്നത്. അഹദുഹ, ഇതിൽ 4 രൂപമുണ്ട്. ഒന്നാമത്തത് അന്നഹു, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലാ ബിഹിം മിൻ ബഅ്ലിഹിം ബിബഅ്ലിൻ ലിഇർസാലിഹി ഇലൈഹിം വഫർളി ത്വാഅതിഹി അലൈഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
സത്യവിശ്വാസികൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാളാണ്. കാരണം ലിഇർസാലിഹി ഇലൈഹിം, ആ പ്രവാചകനെ അദ്ദേഹത്തിന്റെ നിയോഗം അവരിലേക്ക് ഉണ്ടായ കാരണത്തിനാൽ, അഥവാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുർസലായി അയക്കപ്പെട്ടു എന്നതും, വഫർലി ത്വാഅതിഹി അലൈഹിം, ആ പ്രവാചകനെ അനുസരിക്കൽ നിർബന്ധമാണ് എന്ന നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് എന്നാണ് ഇതിന്റെ ഒന്നാമത്തെ തഫ്സീർ. ഇനി രണ്ടാമത്തതോ, അത്താനി അന്നഹു ഔലാ ബിഹിം ഫീമാ റആഹു ലഹു ബിഅൻഫുസിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്ക് അവരുടെ നെഫ്സിന്, ആ നെഫ്സിനേക്കാളും പ്രവാചകനെയാണ് അവർ കാണേണ്ടത്. ഇത് ഇക്രിമ റളിയല്ലാഹു അൻഹു തഫ്സീർ. മൂന്നാമത്തത് അന്നഹു കാന ഫിൽ ഹർഫിൽ അവ്വൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒന്നാമത്തെ ആളാണ്, എന്നുവെച്ചാൽ ഒന്നാം സ്ഥാനമാണ് റസൂലുള്ളാഹ്. ഹുവ അബുൻ ലഹും, റസൂലുള്ളാഹ് ആ മുഅ്മിനീങ്ങൾക്ക് ഒരു പിതാവാണ്. ഈ ആയത്ത് ഇറങ്ങാൻ ഒരു പശ്ചാത്തലം കൂടി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. വകാന സബബു നുസൂലിഹ, മാവർദിയുടെ തഫ്സീർ തന്നെയാണ് ഞാൻ വായിക്കുന്നത്. വകാന സബബു നുസൂലിഹ, ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അറാദ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചപ്പോൾ എന്ത്, തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ, അമറന്നാസ ബിൽ ഖുറൂജ്, ജനങ്ങളോട് യുദ്ധത്തിന് പുറപ്പെടാൻ റസൂലുള്ളാഹി കൽപ്പിച്ചു. ഫഖാല ഖൗമുൻ മിൻഹും, സഹാബികളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, നസ്തഅദിനു ആബാഅനാ വ ഉമ്മഹാതിനാ, ഞങ്ങൾ ഞങ്ങളുടെ മാതാക്കളോടും പിതാക്കളോടും അനുവാദം ചോദിക്കട്ടെ. ഫഅൻസലല്ലാഹു ഫീഹിം ഹാദിഹിൽ ആയ, അപ്പോൾ അല്ലാഹു ഈ ആയത്ത് അവതരിപ്പിച്ചു. അപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിനപ്പുറത്തേക്ക് വാപ്പയുടെയും ഉമ്മയുടെയും വാക്ക് അംഗീകരിക്കേണ്ടതില്ല, അത് പാടില്ല എന്ന അർത്ഥമാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന ആയത്തിലൂടെ മനസ്സിലാകുന്നു. നാലാമത്തതാണ് നൗഷാദ് അഹ്സനി സംവാദത്തിൽ വായിച്ച് തന്റെ ആവശ്യത്തിന് ഉപയോഗിച്ചത്. الرابع أنه أولى بهم في قضاء ديونهم وإسعافهم في نوائبهم, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രിയപ്പെട്ടവനാണ്. ഏത് വിഷയത്തിൽ? ഫി ഖളാഇ ദുയൂനിഹിം, അവരുടെ കടങ്ങൾ വീട്ടുന്ന വിഷയത്തിൽ, വഇസ്ആഫിഹിം ഫി നവാഇബിഹിം, അവരുടെ പ്രയാസ വിഷയങ്ങളിൽ അവർക്ക് ഒരു അവലംബമായി അല്ലെങ്കിൽ ഒരു സഹായമായി നിൽക്കുന്ന വിഷയത്തിലും. അലാ മാ റവാഹു അബ്ദുറഹ്മാൻ ഇബ്നു അബി അംറ അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുഅ്മിനിൻ ഇല്ലാ അന ഔല الناس ബിഹി ഫി ദുനിയ വൽ ആഖിറതി ഇഖ്റഉ ഇൻ ശിഅ്തും അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാരണം അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യാണ്, ദുനിയാവിലും ആഖിറത്തിലും ജനങ്ങളിൽ നിന്നും സത്യവിശ്വാസികളിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. സത്യവിശ്വാസികളോട് ഏറ്റവും പ്രിയപ്പെട്ടയാളാണ്. ഇഖ്റഉ ഇൻ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ഓതിക്കൊള്ളുക, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഇതിന് ശേഷം വരുന്ന വാചകം ഫഅയ്യുമാ മുഅ്മിനിൻ തറക മാലൻ, ഏതെങ്കിലും ഒരു മുഅ്മിൻ സമ്പത്ത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ധനം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ മരിക്കുന്ന സന്ദർഭത്തിൽ ധനം ബാക്കിയാക്കിയിട്ടുണ്ടെങ്കിൽ, അത് ഫൽ തരിസുഹു ഉസ്ബതുഹു മൻ കാനു, അതിന്റെ അനന്തരാവകാശികൾ ആരുണ്ടോ അവരത് അനന്തരമെടുക്കട്ടെ. വഇൻ തറക ദൈനൻ, ഇനി ഒരു കടം മയ്യിത്തിനുണ്ടെങ്കിലോ, ഔ ലിയാഅൻ, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ അവശേഷിപ്പിക്കപ്പെട്ട കുടുംബമുണ്ടെങ്കിലോ, ഫൽയഅ്തിനി, അവരെന്റെ അടുത്ത് വരട്ടെ, ഫഅന മൗലാഹു, ഞാൻ അവരുടെ രക്ഷാധികാരിയാണ്. ഈ ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടാൻ തെളിവായി ഉദ്ധരിച്ചത്. ഇതിനുശേഷം അദ്ദേഹം തന്റെ വാദം സ്ഥിരപ്പെടുത്തുന്നതിനു വേണ്ടി ഇമാം മുസ്ലിം റഹ്മഹുല്ലാ തന്റെ സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം കൂടി, ഒരു ഹദീസ് കൂടി എടുത്തുദ്ധരിച്ചു. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ദുർവ്യാഖ്യാനം. ഞാനതാണ് നിങ്ങളോട് പറഞ്ഞത്. ഇമാം പണ്ഡിതന്മാരുടെ വാചകങ്ങളെയോ ഹദീസുകളെയോ ആയത്തുകളെയോ ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ മനസ്സിലാക്കണം. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലതബവ്വഅ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ ഒറ്റുപോകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപനം. ഇവർക്ക് നരകത്തെയും പേടിയില്ലേ? പരലോകത്തിൽ എത്തണമെന്ന ഭയമില്ലേ? സംവാദത്തിൽ കിട്ടുന്ന ഒരു ചെറിയ മുൻതൂക്കമോ അല്ലെങ്കിൽ സംവാദത്തിൽ ഒരു സുഖം മാത്രം മതിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മഹാനായ ഇമാം മുസ്ലിം റഹ്മഹുല്ല അദ്ദേഹം അതിന് ബാബിട്ട് തന്നെ, ബാബു മൻ തറക മാലൻ ഫലിവറസതിഹി.
ഒരാൾ സമ്പത്ത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ ഒരാൾ ധനം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ അനന്തരാവകാശികൾക്കാണ്. ഈ അധ്യായത്തിൽ ഒന്നാമത് അദ്ദേഹം കൊണ്ടുവന്ന ഹദീസ് മഹാനായ അബീ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഅ്താ ബിർറജുലിൽ മയ്യിതി അലൈഹി ദൈൻ. ഒരു മയ്യിത്ത് കൊണ്ടുവരപ്പെട്ടാൽ, ഒരാളുടെ മയ്യിത്ത് കൊണ്ടുവരപ്പെട്ടാൽ ആ മയ്യിത്തിന് കടമുണ്ടെങ്കിൽ ഫയസ് റസൂൽ ചോദിക്കും ഹൽ തറക ലിദൈനിഹി മിൻ ഖലാഇൻ. ഈ മയ്യിത്തിന്റെ കടം ഹൽ തറക ലിദൈനിഹി മിൻ ഖലാഇൻ, ഈ മയ്യിത്തിനുള്ള കടം വീട്ടാൻ വല്ലത് ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഫൈൻ ഹുദ്ദിസ അന്നഹു തറക വഫാഅൻ, അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ടാൽ അദ്ദേഹം അതിനുള്ള ഉപദേശം അല്ലെങ്കിൽ അതിനുള്ള കരാറ് വസിയത്ത് നൽകിയിട്ടുണ്ട് എന്ന നിലക്ക് പറയപ്പെട്ടാൽ, ഉണ്ട് എന്ന് പറയപ്പെട്ടാൽ സ്വല്ല അലൈഹി റസൂല ആ മയ്യിത്തിന് മേൽ നിസ്കരിക്കും. ഇല്ല ഇനിയല്ലെങ്കിലോ സ്വല്ലു അലാ സാഹിബിക്കും, റസൂല പറയും നിങ്ങൾ നിങ്ങളുടെ സാഹിബിന് വേണ്ടി നിസ്കരിച്ചോളൂ. ഫലമ്മാ ഫതഹല്ലാഹു അലൈഹിൽ ഫതൂഹ്, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിജയങ്ങൾ സമ്മാനിച്ചപ്പോൾ, അഥവാ ഇസ്ലാമിന് സമ്പൽ സമൃദ്ധി കൈവന്നപ്പോൾ റസൂലുള്ള പറഞ്ഞു അന ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ഞാൻ സത്യവിശ്വാസികൾക്ക് അവരുടെ നഫ്സിനേക്കാൾ പ്രിയപ്പെട്ടവനാണ്. ഫഅയ്യുക്കും മാ തറക ദൈനൻ, പ്രവാചകൻ ഫമൻ തുവഫിയ, ആരെങ്കിലും മരണപ്പെട്ടാൽ വഅലൈഹി ദൈനുൻ, അവന്റെ മേൽ കടമുണ്ടെങ്കിൽ ഫഅലയ്യ ഖലാഉഹു, എന്റെ മേലാണ് ആ കടം വീട്ടൽ ബാധ്യതയായിട്ടുള്ളത്. വമൻ തറക മാലൻ, ആരെങ്കിലും സമ്പത്ത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഫഹുവലി വറസതിഹി, ആ മയ്യിത്തിന്റെ അനന്തരാവകാശികൾക്കുള്ളതാണ് ഇത്. ഇതാണ് ഒന്നാമത്തെ ഹദീസ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് ഞാൻ സംവാദത്തിൽ പറഞ്ഞത്, ഉണ്ടെങ്കിൽ തന്നെ അത് ഭൗതികമാണ്, ഭൗതികമായി ബന്ധപ്പെട്ടതാണ്, അതിവിടെ തർക്കമില്ലാത്തതാണ് എന്ന് ഞാൻ അടിക്കടി പറയാൻ, ഇത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഹദീസ് റസൂലുള്ള വിളിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴും അത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ദുർബലമാണ്, അല്ലെങ്കിൽ ആ പറഞ്ഞാൾ മുശ്രിക്കാണ് എന്ന് പറയാതെ ആ വിഷയത്തെ വിശദീകരിക്കാൻ ശ്രമിക്കാതിരുന്നത് അത് വ്യക്തമാകാത്തത് കൊണ്ട് മാത്രമായിരുന്നു. ഇനി പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങൾ ചിന്തിക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ശക്തമായ കളവ്. ഇനി രണ്ടാമത്തെ ഹദീസോ ആ വിധേ വിഷയത്തിൽ തന്നെയുള്ളത്. അബൂ ഹുറൈറ പറയാണ് വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ഇൻ അലൽ അർളി മിൻ മുഅ്മിനിൻ ഇല്ലാ അന ഔലൻ നാസി ബിഹി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹമ്മദ് നബിയുടെ ആത്മാവ് ഏതൊരാളുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം, ഭൂമിയിൽ ഒരു മുഅ്മിനും ഇല്ല ഇല്ല അന ഔലൻ നാസി ബിഹി, ഞാൻ അവർക്ക് പ്രിയപ്പെട്ടവനായിട്ടല്ലാതെ. ഇത് തർക്കമില്ലാത്ത വിഷയമാണ്. എന്നിട്ട് റസൂല പറഞ്ഞു അത്രേ, റസൂല പറഞ്ഞ വാചകത്തെ അദ്ദേഹം കോട്ടിമാറ്റി, എനിക്ക് ആ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ അയാൾ മരിക്കുമ്പോൾ കടം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിനൊന്നുമില്ലാതെയാണ് അയാൾ പോകുന്നതെങ്കിൽ ഫഅന മൗലാഹു, ഞാനാണ് അവരുടെ മൗല. ഫഅയ്യുക്കും തറക മാലൻ ഫഇലൽ അസബതി മൻകാൻ, ഇനി സമ്പത്തുണ്ടെങ്കിലോ അതതിന്റെ അനന്തരാവകാശികൾക്കാണ് എന്ന അർത്ഥത്തിലും. ഇതുപോലത്തെ ഒരു വാചകമാണ് അടുത്ത ഹദീസിൽ സംവാദത്തിൽ വലിയ കാര്യമായി എടുത്തുദ്ധരിച്ചതും. ഇൻതദുഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന് നിങ്ങൾ പറയാറില്ലേ, അതേ ദുആ തന്നെ എന്നെ വിളിക്കട്ടെ എന്ന് റസൂലുള്ള പറഞ്ഞു എന്ന് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പോലെ റസൂലുള്ളാഹിനോട് വിളിച്ചു തേടാനുള്ള തെളിവായി നൗഷാദ് ഹസനി ഉദ്ധരിച്ചത്. സദ്ദുക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹദീസിൽ കാണാം അന ഔലൻ നാസി ബിൽ മുഅ്മിനീന ഫീ കിതാബില്ലാ, ഞാൻ സത്യവിശ്വാസികൾക്ക് സത്യവിശ്വാസികൾക്ക് ജനങ്ങളെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അള്ളാന്റെ ഗ്രന്ഥത്തിൽ അങ്ങനെയുണ്ട്. ഫഅയ്യുക്കും, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ മാ തറക ദൈനൻ ഔ ലയ്യാതൻ, നേരത്തെ ഞാൻ പറഞ്ഞ അതേ അർത്ഥം, അങ്ങനെ ഉണ്ടെങ്കിൽ ഫദ്ഉനി, എന്നെ അവൻ വിളിക്കട്ടെ. ഫഅന വലിയുഹു, ഞാൻ അവന്റെ രക്ഷാധികാരിയാണ്. ഫഅയ്യുക്കും മാ തറക മാലൻ, ആരെങ്കിലും സമ്പത്ത് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ സമ്പത്ത് അനന്തരാവകാശിക്കാണ്. ഇവിടുത്തെ ഫൽയദ്ഉനി എന്ന് പറഞ്ഞ വാചകത്തെയാണ് എടുത്തുദ്ധരിച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ റസൂലുള്ള പറഞ്ഞു എന്നെ വിളിക്കട്ടെ, എന്നെ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽക്ക് ഉദ്ദേശിക്കാത്ത ഒരർത്ഥം അവിടെ നൽകി. ലോകത്തിന്ന് വരെ ഒരൊറ്റ പണ്ഡിതനും വേണ്ട, ഈ ഹദീസ് വിശദീകരിച്ച ഇമാം നബവി പോലും ഈ വിഷയത്തെ അദ്ദേഹം കോട്ടിമാറ്റിയിട്ടില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കേരളത്തിൽ ഒരു പുതിയ പ്രവണത ഈ നൗഷാദ് ഹസന് കടത്തിക്കൊണ്ടുവരികയാണ്. എന്താണത്? ഈ മുസ്ലിമിലെ ഹദീസ് കാണാത്തവരല്ല കേരളത്തിലെ കഴിഞ്ഞുപോയ ഇവരുടെ നേതാക്കന്മാരായ ഖുബൂരി പണ്ഡിതന്മാർ, ഈക്കയോ അതുപോലെ തന്നെ കണ്ണിയത്തോ അല്ലെങ്കിൽ അതുപോലെ കഴിഞ്ഞുപോയ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരോ ആരുമാവട്ടെ, അവരാരും കാണാത്തവരല്ലല്ലോ ഈ ഹദീസ്. പക്ഷേ പച്ചയായ ദുർവ്യാഖ്യാനം ഒരുപക്ഷെ ആളുകളുടെ മുന്നിൽ തങ്ങളുടെ മാനക്കേടുണ്ടാക്കുമെന്ന് ഭയമുള്ളത് കൊണ്ടാവാം അവരത് മിണ്ടിയിട്ടില്ല.
പക്ഷെ നൗഷാദ് ശനിക്കത്ത് തൊലിക്കട്ടി എത്രയെന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംവാദത്തിൽ കിട്ടുന്ന ഒരു പൊടി സുഖം, തക്ബീർ ധ്വനി കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു കുളിർമ, അതല്ലാതെ വേറെ ഒന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് റസൂലുള്ളാന്റെ വാക്കായാലും ഇനി ആരുടെ വാക്കായാലും തന്റെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചൊപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം നവവി റഹിമഹുല്ല ഈ റിപ്പോർട്ടുകളെല്ലാം വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകങ്ങളൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇന്നമാ കാന യത്റുക്കു സ്വലാ അലൈഹി ലിയഹ്രിസ അന്നാസ അലാ ഖളാഇദ് ദൈനി. റസൂലുള്ളാഹി എന്തുകൊണ്ട് നിസ്കരിച്ചില്ല? മയ്യിത്തിന് കടമുണ്ടെന്ന് കേട്ടപ്പോൾ അത് കടം മേടിച്ച ആളുകൾ പെട്ടെന്ന് വീട്ടാൻ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് അവരുടെ ജീവിതകാലത്ത് തന്നെ. മാത്രമല്ല വത്തവസ്സുൽ ഇലൽ ബറാഅത്തി മിൻഹാ, അവരതിൽ നിന്ന് ഒഴിവാകാനുള്ള കാര്യങ്ങൾ ചെയ്യാനുമാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനം വ്യക്തമായി അദ്ദേഹം പഠിപ്പിച്ചു തരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഞാൻ പ്രിയപ്പെട്ടവനാണെന്നും കടമുണ്ടെങ്കിൽ ഞാൻ വീട്ടിക്കൊള്ളാമെന്ന് റസൂൽ പറഞ്ഞു. എന്താണ് അത് പറഞ്ഞതിനർത്ഥം? ഖീല ഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്ദിഹി, റസൂലുള്ളാഹി വീട്ടിയിരുന്നു മിൻ മാലി മസാലിഹിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള സ്വത്ത് ബൈത്തുൽ മാലിൽ നിന്നാണ് അത് വീട്ടിയിരുന്നത്. വഖീല മിൻ ഖാലിസി മിൻ മാലി നഫ്സിഹി, റസൂലുള്ളാഹിന്റെ സ്വന്തം നഫ്സിൽ നിന്നായി, സ്വന്തം സമ്പത്തിൽ നിന്നായിരുന്നു. വഖീല കാന ഹാദൽ ഖളാഉ വാജിബൻ അലൈഹി, അതേ ഉമ്മത്തിലെ സ്വഹാബത്ത് തന്റെ കൂടെയുള്ള സ്വഹാബികൾ ആരെങ്കിലും കടക്കണിയിൽ മരണപ്പെട്ടാൽ അത് വീട്ടിക്കൊടുക്കൽ നേതാവായ റസൂലുള്ളാഹിക്ക് നിർബന്ധമാണെന്ന അർത്ഥത്തിനാണ്. വഖീല തബറഅ മിൻഹു, അല്ല റസൂലുള്ളാഹിക്ക് നിർബന്ധമൊന്നുമില്ല, അത് പ്രവാചകന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യലാണ്. ഈ ഹദീസിന്റെ അർത്ഥം എന്താണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. എന്താണത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ സഹാബികളെ കൂട്ടത്തിൽ അന ഖായിമുൻ ബിമസാലിഹികും ഫീ ഹയാതി അഹദികും വമൗതിഹി വഅന വലിയുഹു ഫീ ഹാലൈൻ ഫഇൻ കാന അലൈഹി ദൈനുൻ ഖളൈതുഹു മിൻ ഇൻദി ഇല്ലം യഖ്ലിഫ് വഫാ ഫഇൻ കാന ലഹു മാലുൻ ഫഹുവ ലിവറസതിഹി. പ്രവാചകൻ പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കും മരണപ്പെട്ടു പോയ ആളും അവർക്ക് അവരുടെ ആവശ്യത്തിന്റെ, അവർക്ക് അവരുടെ നല്ല വിഷയങ്ങൾക്ക് നിലനിൽക്കുന്നവനാണ് ഞാൻ അവരുടെ രക്ഷാധികാരിയാണ്. അതുകൊണ്ട് തന്നെ കടമുണ്ടോ, ഞാൻ എൻ്റെ അടുത്തുനിന്നത് വീട്ടിക്കൊടുക്കുന്നതാണ്. അവർ ആ കടം ബാക്കിയാക്കിയ ആള് അത് വീട്ടാനുള്ള എന്തെങ്കിലും ഒരു നിർദ്ദേശം നൽകിയിട്ടില്ലെങ്കിൽ, ഇനിയോ ആരുടെ അടുത്ത് സമ്പത്തുണ്ടെങ്കിലോ മരിച്ചുപോയ അടുത്ത് ആ ആളുകൾ അവരുടെ അനന്തരാവകാശികൾക്ക് അത് വിട്ടുകൊടുക്കട്ടെ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വിഷയത്തെ എടുത്തു ധരിച്ചുകൊണ്ട് ഇപ്പൊ ഇമാം നവവി റഹിമഹുല്ലാഹ് വീണ്ടും പറയാണ്, എന്താണ് അവിടെ ളിയാ കൊണ്ട് ഉദ്ദേശിച്ചത്, ലയഅത്ത് കൊണ്ട് ഉദ്ദേശിച്ചത്? അതേ തറക ഔലാദൻ ഔ ഇയാലൻ ദൂ ളിയാഇൻ ഐ ലാ ശൈഅ ലഹും. ഉമ്മത്തിന് ഒരു സഹാബി മരിച്ചു, ആ സഹാബിയുടെ മക്കൾക്കൊന്നുമില്ലാതെ വളരെ പാവപ്പെട്ട ആളായിട്ടാണ് സഹാബി മരിച്ചതെങ്കിൽ ആ സഹാബിയുടെ മക്കളുടെ സഹായിയും അവരുടെ രക്ഷകനും, അതാണ് വലിയുഹു വനാസിറുഹു എന്ന് ശർഹ് മുസ്ലിമിൽ അന മൗലാഹു എന്നതിനർത്ഥം പറഞ്ഞു. അവർക്ക് സഹായിയായി ഞാനുണ്ട്, അവർക്ക് രക്ഷാധികാരിയായി ഞാനുണ്ട്, അവരുടെ കടം ഞാൻ വീട്ടിക്കൊടുക്കുമെന്ന് റസൂലുള്ളാഹ്. ഇത് ലോകത്ത് മരിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും അവരുടെ കടം അവർക്ക് കടമുണ്ടെങ്കിൽ അവരൊക്കെ എല്ലാവരും റസൂലുള്ള കടം വീട്ടുമെന്ന അർത്ഥത്തിനല്ല, അത് റസൂലുള്ളാഹിയുടെ ജീവിതകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ച് നമുക്ക് മനസ്സിലാകുന്നു. പക്ഷേ പച്ചയായ ദുർവ്യാഖ്യാനത്തിലൂടെ അള്ളാഹുവിന്റെ റസൂൽ ഉദ്ദേശിക്കാത്ത, പ്രവാചകന്റെ സഹാബികൾ അറിയാത്ത, ഇമാമുകൾക്ക് പോലും അറിയാത്ത പച്ച നുണ കേരളത്തിൽ വിശദീകരിക്കുകയാണ് അദ്ദേഹം. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ പറയാൻ, പിന്നെ മുഹമ്മദ് ബിൻ മുൻകദിറിന്റെ സംഭവം, ആ സംഭവത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനത് ഇപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നു. ഇൻഷാ അല്ലാഹ് CD ഇറങ്ങുമ്പോൾ അതിന്റെ കൃത്യമായ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയട്ടെ. മുഹമ്മദ് ബിൻ മുൻകദിർ അദ്ദേഹത്തിന് കടം വന്നപ്പോൾ, 80 ദിനാർ കടം വന്നപ്പോൾ, അദ്ദേഹത്തിന്റെ ഒരാളെ ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്ത് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹം പ്രവാചകന്റെ ഖബറിന്റെ അടുത്തേക്ക് പോയി. ഖബറിലേക്ക് പോയിട്ട് റസൂലുള്ളാഹിനോട് ആവലാതി പറഞ്ഞു. അങ്ങനെ 80 ദിനാർ അദ്ദേഹത്തിന് മറ്റൊരാൾ കൊണ്ടുവന്ന് കൊടുത്തു എന്ന് ഇബ്നു അബി ദുനിയ മുജാബുദ് ദഅവ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചു. അതിനുശേഷം അതിന് ഉപോത്ബലകമായിട്ടാണ് മുസ്ലിമിന്റെ റിപ്പോർട്ടിന് ശേഷം ഈ സംഭവം എടുത്തുദ്ധരിക്കുന്നത്. അപ്പൊ കടം വീട്ടാൻ റസൂലുള്ളാഹി പറഞ്ഞു, അതുകൊണ്ട് സഹാബികൾ പോയി, താബിഈങ്ങൾ പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ സംഭവം മുജാബുദ് ദഅവ എന്ന ഗ്രന്ഥത്തിൽ ഈ ഒരൊറ്റ റിപ്പോർട്ട് മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പരിശോധനയിൽ മനസ്സിലാകുന്നു, താരിഖ് ഇബ്നു അസാക്കിർ, അതേ താരിഖ് മദീനത്തു ദിമഷ്ക് എന്ന ഗ്രന്ഥത്തിൽ
അദ്ദേഹം ഇതേ സംഭവത്തിന്റെ 7 പരമ്പരകൾ കൊടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിന് 7 പരമ്പരകളുണ്ട്. 7 റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ആ 7 റിപ്പോർട്ടുകളും കൃത്യമായി പരസ്പര വിരുദ്ധങ്ങളാണ്. ഞാൻ അതിന്റെ റിപ്പോർട്ടുകളുടെ പ്രത്യേകത പെട്ടെന്ന് പറയാൻ. ഒന്നാമത്തെ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് പ്രയാസമുണ്ടായപ്പോൾ അദ്ദേഹം ചെയ്തത് അള്ളാഹുവിനോട് ദുആ ചെയ്ത് വുളുവെടുത്ത് നിസ്കരിച്ച് ദുആ ചെയ്ത് അള്ളാഹിനോട് ദുആ ചെയ്തു. രണ്ടാമത്തതിലും അങ്ങനെ പറഞ്ഞു. മൂന്നാമത്തിലും അത് തന്നെ. ആ സമയത്ത് ഒരു അശരീരി കേൾക്കുകയും ആ അശരീരിയുടെ ഭാഗത്ത് നിന്ന് പൈസ 80 ദിനാർ, ആ പൈസ കിട്ടി, എത്ര പൈസ എന്നില്ല, ആ പൈസ കിട്ടുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് എന്നെ കാണാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞതായി ആ റിപ്പോർട്ടിൽ കാണാം. ഫഇന്നക ലൻ തറാനി, തീർച്ചയായും നിനക്ക് എന്നെ കാണാൻ സാധ്യമല്ല. അശരീരിയാണ് കൊടുത്തത് എന്ന് 3 റിപ്പോർട്ടുകൾ. 4ാമത്തെ റിപ്പോർട്ടിൽ അദ്ദേഹം മകൻ പറഞ്ഞ റിപ്പോർട്ട് അതാണ് 80 ദിനാർ. പിന്നെ അടുത്ത റിപ്പോർട്ട് മുഹമ്മദ് ബിൻ മുൻകദിറിന്റെ ഭാര്യ, അതായത് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന മുഹമ്മദ് മുൻകദിറിന്റെ മകൻ, ആ മകൻ പറയാണ്, എന്റെ ഉമ്മയിൽ നിന്ന് ഉമ്മ പറഞ്ഞു, ഉമ്മ ഉദ്ധരിച്ചിരുന്നു, യമാൻകാരനായ ഒരാള് 100 ദിനാറാണ് കൊടുത്തത് എന്ന്. ആ 100 ദിനാർ കിട്ടാൻ പറ്റാതെ വന്നപ്പോൾ പള്ളിയിൽ പോയി രാത്രി താമസിച്ചു, അള്ളാഹിനോട് ദുആ ചെയ്തു. അങ്ങനെ അള്ളാഹിനോട് ഉദ്ദേശിച്ച രൂപം പറഞ്ഞു കൊടുത്ത്, പടച്ചോനെ, നീ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ എനിക്ക് നീ അത് വീട്ടാനുള്ള സൗകര്യം തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി? അദ്ദേഹം സുജൂദിൽ കിടക്കുന്ന സമയത്തിൽ ആരോ ഒരാൾ ചെരുപ്പിനകത്തത് കൊണ്ടുവച്ചിട്ട് പോയി എന്നാണ്. 100 ദിനാറായി. ആറാമത്തെ റിപ്പോർട്ടിൽ മുഹമ്മദ് ബിൻ മുൻകദിർ തന്നെ പറയാണ്, 100 ദിനാർ എനിക്ക് പ്രശ്നം വന്നു. അങ്ങനെ ഞാൻ റബ്ബിനോട് തേടി, അള്ളാഹുവേ, ഈ വിഷയത്തിൽ എന്റെ സ്വത്ത് ഈ അമാനത്ത് വീട്ടുന്നതിലും അതോടൊപ്പം തന്നെ ഈ അമാനത്ത് എന്നെ ഏൽപ്പിച്ച വിഷയം അത് തിരിച്ചു കൊടുക്കുന്നതിലും ഒരു ഇടർച്ച നീ വരുത്തല്ലേ അല്ലാ എന്ന് അള്ളാഹിനോട് ദ്വാരക്കുകയും, ആ സമയത്ത് ഒരാൾ എൻ്റെ അടുത്ത് പ്രവേശിക്കുകയും എനിക്കറിയില്ല, അയാൾ എൻ്റെ ചുമലിൽ പിടിച്ചു. അങ്ങനെ അയാൾ എനിക്ക് 100 ദിനാർ തന്നു. അങ്ങനെ ആ 100 ദിനാർ കൊടുത്തു. 7ാമത്തെ റിപ്പോർട്ടിൽ കാണുന്നത്, അദ്ദേഹം പറയുകയാണ് 500 ദിനാറാണ് അദ്ദേഹത്തിന് കടമുണ്ടായിരുന്നത്. ഒരാൾ കൊടുത്തത് 500 ദിനാറാണ്. അത് വാങ്ങിച്ച ആളാരാണ്? ആമിർ എന്ന് പറയപ്പെടുന്ന മനുഷ്യനാണ് അത് അദ്ദേഹത്തിന് കൊടുത്തത്. അതും അദ്ദേഹം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെന്നാണ്. ഇവിടെ നിങ്ങൾ നോക്കണം, ഈ റിപ്പോർട്ടുകൾ ഇൽത്തിറാബുകൾ പരിശോധിക്കാം. ഒന്ന്, പള്ളിയിൽ പ്രാർത്ഥന എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുത്ത് റസൂലുള്ളാഹിനോട് പ്രാർത്ഥിച്ചെന്നാണോ? അല്ല, പള്ളിയിൽ വെച്ച് ദുആ ചെയ്തു. മറ്റൊന്ന് കാണാം, പള്ളിയിലെ മിമ്പറിന്റെയും ഖബറിന്റെയും അടുത്ത്, ഒരു പ്രാവശ്യം മിമ്പറിന്റെ അടുത്ത്, ഒരു പ്രാവശ്യം ഖബറിന്റെ അടുത്ത് നിന്നാണ്. മിന്നൊന്ന് വീട്ടിൽ വെച്ച് ദുആ ആയിരുന്നു. വേറെ റിപ്പോർട്ടിൽ ദുആ എവിടെയാണെന്ന് വ്യക്തമല്ല. ഇനി എത്ര പൈസയാണത്? അതിൽ കാണാം, ഒരു റിപ്പോർട്ടിൽ 80 ദിനാർ എന്നാണ്, രണ്ട് റിപ്പോർട്ടുകളിൽ 100 ദിനാർ എന്നാണ്. അതേസമയത്ത് 3 റിപ്പോർട്ടുകൾ എത്രയാണ് പൈസയെന്ന് കാണുന്നില്ല. മറ്റൊരു റിപ്പോർട്ടിൽ 500 ദിനാർ എന്നാണ്. ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്ര കഴിഞ്ഞില്ല. ഇനി കൊടുത്തയാളാരാ? കൊടുത്തയാള് 3 റിപ്പോർട്ടുകളിൽ ആളില്ല, അശരീരി മാത്രമാണ്. അതിനാണ് ലൻ തറാനി, എന്നെ നിനക്ക് കാണാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞത്. വേറെ ചിലതിൽ ഒരാൾ വന്നു ഇരുട്ടിൽ, അയാൾ കൊടുത്തു, ആരാണ് അറിയില്ല. വേറെ റിപ്പോർട്ട്, 2 റിപ്പോർട്ടുകളിൽ ആമിർ എന്ന് പറയപ്പെടുന്ന മനുഷ്യനാണ് എന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായ റിപ്പോർട്ടുകളാണ് താരീഖ് ദിമഷ്കിൽ മദീനത്തു ദിമഷ്ക് എന്ന ഗ്രന്ഥത്തിൽ പണ്ഡിതന്മാർ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, ഇതിന്റെ ഒരു ഭാഗമാണ് മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് ആവലാതി ബോധിപ്പിച്ച് ഖബറിനോട് അവിടെ റസൂലുള്ളാഹിന്റെ സഹായം തേടിയെന്ന് ദുർവ്യാഖ്യാനിച്ചൊപ്പിച്ചുകൊണ്ട് ഈ സംഭവത്തെ ഉദ്ധരിക്കാൻ ശ്രമിച്ചത്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം ഞാൻ ആദ്യം കേൾക്കുകയാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ അത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അയാൾ ശിർക്ക് ചെയ്തു എന്ന് ഞാൻ പറയാതിരിക്കാൻ കാരണം, അവർ ചെയ്തത് എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാകാതെ, അല്ലെങ്കിൽ ആ പറയപ്പെടുന്ന റിപ്പോർട്ടിന്റെ പ്രത്യേകത മനസ്സിലാകാതെ ഒരിക്കലും നമുക്കതിനെക്കുറിച്ച് വിവരിക്കാൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഉദ്ധരിക്കുന്നതിന് തെളിവല്ല, ഇമാമുകളുടെ വാചകങ്ങൾ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തതാവാം എന്ന് ഞാൻ പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ വ്യക്തമായി മനസ്സിലാക്കും. ഇങ്ങനെ ധാരാളം തെറ്റുധാരണകളും ധാരാളം ദുർബലമായ വാറോലകളും ഇമാമുകളുടെ പേരിൽ നുണകളും അങ്ങനെ എന്തൊക്കെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശക്തമായ തോന്നിയവാസങ്ങൾ നടത്തി. നമുക്ക് വിഷമമില്ല, കാരണം അള്ളാഹുവിന്റെ അടുത്തെത്തുമ്പോൾ പടച്ചോനെ, അത്തരം സംസാരത്തിൽ ഒരിക്കലും നിന്റെ പ്രവാചകന്റെ വാക്ക് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല, ഞാൻ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല, എനിക്ക് അനുകൂലമായി വരാൻ വേണ്ടി ഒന്നും ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്തിട്ടില്ല.
മാത്രമല്ല ഇമാമീങ്ങളെ വാക്കുകൾ പോലും സ്വന്തമായി ദുർവ്യാഖ്യാനിച്ചിട്ടില്ല എന്ന് റബ്ബിനോട് പറയാനുള്ള ഗഡ്സ് നമുക്കുണ്ട്. അത് നമ്മളെ പണ്ഡിതന്മാരുടെ പ്രത്യേകതയാണ്. ഞാൻ എല്ലാം തികഞ്ഞൊരു പണ്ഡിതൻ എന്ന നാട്യത്തിലല്ല ആ സംഭവം നടത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് അത് സംഭവിച്ചത്. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് CD ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ CD ഇറങ്ങും. ആ CD ഇറങ്ങുമ്പോൾ വ്യക്തമായും നിങ്ങൾക്കതിന്റെ ഭാഗങ്ങൾ ഓരോന്ന് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇപ്പോൾ തന്നെ ഇതിന്റെ ആദ്യ ഭാഗം ഒരു ചെറിയത് ഇവിടെ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും വ്യക്തമാകും. പിന്നെ ഈ സംവാദത്തിന് ശേഷം ഒരു സന്തോഷ വാർത്ത കൂടി എനിക്ക് പറയാനുള്ളത്, ഈ സംവാദത്തിൽ പങ്കെടുത്ത 100ഓളം ആളുകൾ, അതിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ നിഷ്പക്ഷരായ ആളുകൾ, കാര്യങ്ങൾ പഠിക്കണമെന്ന ആളുകൾ, അവർ ഇന്നലെ എൻ്റെ അടുത്ത് പോരാൻ നേരത്ത് ചില ആളുകൾ, അതായത് അവിടെ മുജാഹിദല്ലാത്ത തൊപ്പിയൊക്കെ ഇട്ട് വരുന്ന സാധാരണ മുസ്ലിം സാധാരണ സുന്നികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ, അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ അയാൾ ചീത്ത വിളിച്ചതിന്റെ വിഷയത്തിൽ വിഷമിക്കരുത്. പക്ഷെ ഞങ്ങളുടെ മനസ്സിലൊരു കാര്യമുണ്ട്, അയാളെ ഞങ്ങൾ കണ്ടത്, അദ്ദേഹത്തെ ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു കൊമേഡിയനായിട്ടാണ്. കോമഡി പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് കളിയാക്കി, ആളുകളെ കളിയാക്കി ഇങ്ങനെ പറയുന്ന ആളായിട്ടാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ട്. എന്താണത്? റസൂലുള്ളാഹിന്റെ അടുത്ത് ആ സ്ത്രീ വന്ന സംഭവം. നബിയെ, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഒരു കാര്യത്തിന് വന്നു, തിരിച്ചു വരാൻ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, നബിയെ ഞാൻ വരുമ്പോൾ നിങ്ങൾ മരിച്ചുപോയാൽ എന്ത് ചെയ്യും? അപ്പൊ റസൂൽ പറഞ്ഞ അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്ത് പോകാൻ. ആർക്ക് കടമുണ്ടെങ്കിലും കടം വീട്ടാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ ആളുകൾ പോലും ഈ ഹദീസിന്റെ മുന്നിൽ വിറങ്ങലിച്ചു. അദ്ദേഹം പറഞ്ഞത് അബൂബക്കറിന് പോകാം, റസൂലുള്ളാഹിന്റെ അടുത്തും പോകാം, രണ്ടു വേണമെങ്കിൽ ആകാം എന്ന് പറഞ്ഞു ഒപ്പിക്കല്ലാതെ ഈ ഹദീസിൽ വ്യക്തമായും റസൂലുള്ള പഠിപ്പിച്ചെന്ന ഒരാശയം, അതേ ജീവിച്ചിരിക്കുന്ന സമയത്ത് കാര്യങ്ങൾ അത് ചെയ്യണം. മറ്റേതോ അതിനപ്പോൾ ജീവിച്ചിരിക്കുന്ന ആള് ഇതന്നെയാണ് സയ്യിദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഞാൻ ഈ CD ഇറങ്ങുമ്പോൾ തന്നെ അതിന്റെ മുന്നിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്നുകൂടി പെടുത്തുകയാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന കൂട്ടത്തിൽ കാരന്തൂരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പറയാണ്, ഈ വിഷയത്തിൽ വെച്ചുകൊണ്ട് സംവാദത്തിന് നസീറുദ്ദീൻ റഹ്മാനി വീണ്ടും ഒരുക്കമാണ്. അത് ഇൻഷാ അല്ലാഹ് പുത്തനത്താണിയിലെ ചെലൂരിൽ വെച്ച് തന്നെ വേണമെങ്കിൽ നടത്താം. അല്ല നൗഷാദിന് എവിടെയാണോ സാധിക്കുന്നത് അവിടെ വെച്ച് നടത്താൻ ഞാൻ തയ്യാറാണ്. 1000 കുതിരശക്തിയിൽ വെല്ലുവിളിക്കുകയാണ് ഇനിയും അയാളുടെ മുന്നിൽ. കാരണം അയാളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് നമ്മൾ ബോധ്യപ്പെട്ടു. പച്ച ദുർവ്യാഖ്യാനമല്ലാതെ വേറെ ഒന്നും കയ്യിലില്ല എന്ന കാര്യം വ്യക്തമായും ബോധ്യപ്പെട്ടു മസ്കത്തിലെ സംവാദം കൊണ്ട്. എന്നെ കുറിച്ച് കുറെ ആക്ഷേപിച്ച് ചീത്ത വിളിച്ചു, തലയെക്കെട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അതൊക്കെ ഞാൻ അള്ളാഹുവിലേക്ക് വിടുകയാണ്. അതിനൊന്നും നമുക്ക് മറുപടി വേണ്ട. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ഞാൻ തലയെക്കെട്ട് കെട്ടി നടക്കുന്നത് പോലും അവർക്ക് ഈർഷ്യതയുണ്ടാക്കുന്നു എന്ന കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാനും ഏതൊരു കാര്യത്തെയും അതിന്റെ ശരിയായ റൂട്ടിലൂടെ കൊണ്ടുപോകാനും മുൻഗാമികൾ പോയ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.